കേട്ടിരിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കി ചോദിച്ചു പോവുക. യെസ്, എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ എൻട്രിയുടെ ചാനലിൽ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്താലും അതിൻ്റെ താഴെ വരുന്നൊരു കമൻ്റാണ്, സർ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. PSC മത്സര പരീക്ഷകളിൽ നിരന്തരം സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള PSC മത്സര പരീക്ഷയിലെ രസതന്ത്ര സിലബസുകളിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ടോപ്പിക് ഏതാണെന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ആ ടോപ്പിക്ക് വളരെ എളുപ്പത്തിൽ ക്രിസ്റ്റൽ ക്ലിയറായി ലളിതമായ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടി നിങ്ങൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? അപ്പം സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ പറയാം. പ്രധാനമായും നിങ്ങൾക്ക് അറിയാം 4 ഷെല്ലുകൾ. 4 ഷെല്ലുകളല്ല, 4 കൂടുതൽ ഷെല്ലുകളുണ്ട്. നമുക്ക് പ്രധാനമായും 4 ഷെല്ല് വരെ പഠിച്ചാൽ മതി. അതിൽ ഒന്നാമത്തെ ഷെല്ലാണ് K എന്ന് പറയുന്ന ഷെല്ല്. രണ്ടാമത്തെ ഷെല്ലാണ് L എന്ന് പറയുന്ന ഷെല്ല്. മൂന്നാമത്തതാണ് M എന്ന് പറയുന്ന ഷെല്ല്. നാലാമത്തതാണ് N എന്ന് പറയുന്ന ഷെല്ല്. പ്രിയപ്പെട്ടവരെ, 4 പ്രധാനപ്പെട്ട ഷെല്ലുകൾ K, L, M, N. ഇനി ഈ ഷെല്ലുകൾക്കുള്ളിൽ കാണപ്പെടുന്ന ഷെല്ലുകളെയാണ് നമ്മൾ സബ് ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ആറ്റത്തിന് ചുറ്റും ഉള്ള വർത്തുള്ള പാതയാണ് നമ്മൾ ഷെല്ല് അഥവാ ഓർബിറ്റ് എന്നൊക്കെ വിളിക്കുന്നത്. പ്രധാനമായും 4 ഷെല്ലുകൾ അറിഞ്ഞിരിക്കുക. അതിൽ ഒന്നാമത്തെ ഷെല്ലാണ് K, രണ്ടാമത്തെ ഷെല്ലാണ് L, മൂന്നാമത്തെ ഷെല്ലാണ് M, നാലാമത്തെ ഷെല്ലാണ് N. ഇനി ഷെല്ലുകൾക്കുള്ളിൽ കാണപ്പെടുന്നവരെയാണ് നമ്മൾ സബ് ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട 4 സബ് ഷെല്ലാണ്. ഒന്ന് S, മറ്റടുത്ത സബ് ഷെല്ലാണ് P, അടുത്ത സബ് ഷെല്ലാണ് D, അടുത്ത സബ് ഷെല്ലാണ് F. അപ്പൊ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട 4 സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്? S, P, D, F. ഷെല്ലുകൾ ഏതൊക്കെയാണ്? K, L, M, N. ഷെല്ലുകൾക്കുള്ളിൽ കാണപ്പെടുന്നവരാണ് സബ് ഷെല്ലുകൾ. ഏതൊക്കെയാണ് സബ് ഷെല്ല്? S, P, D, F. പറഞ്ഞു തരാം. K എന്ന് പറയുന്ന ഷെല്ല്, K'ക്കകത്തുള്ള സബ് ഷെല്ലാണ് പ്രിയപ്പെട്ടവരെ S. മറക്കല്ലേ, K എന്ന് പറയുന്ന ഷെല്ലിനകത്ത് കാണപ്പെടുന്ന സബ് ഷെല്ലാണ് ഏത്? S. L എന്ന് പറയുന്ന ഷെല്ലിനകത്ത് കാണപ്പെടുന്ന സബ് ഷെല്ലാണ് S ഉം P യും. S, P യും. M എന്ന് പറയുന്ന ഷെല്ലിനകത്ത് കാണപ്പെടുന്ന സബ് ഷെല്ലാണ് S, P. ഒന്നും കൂടെ കൂട്ടി പറഞ്ഞാൽ മതി D. എങ്കിൽ എൻ്റെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കാണും M ഷെല്ലിൽ കാണപ്പെടുന്ന സബ് ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന്. പറ പ്രിയപ്പെട്ടവരെ, N ഷെല്ലിൽ കാണപ്പെടുന്ന സബ് ഷെല്ല് ഏതൊക്കെയാ? Nല് S ഉണ്ട്, P ഉണ്ട്, D ഉണ്ട്, F ഉണ്ട്. S, P, D, F. ഇതെല്ലാവരും മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ആവർത്തിച്ചു പറയാം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 4 ഷെല്ലുകൾ? ഒന്ന് K, അടുത്തത് L, അടുത്തത് M, അടുത്തത് N. ഇനി ഷെല്ലുകൾക്കുള്ളിൽ കാണപ്പെടുന്നവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സബ് ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. ഷെല്ലുകൾക്കുള്ളിൽ കാണപ്പെടുന്നവരെയാണ് നിങ്ങൾ എന്ത് വിളിക്കേണ്ടത്? സബ് ഷെല്ലുകൾ. K'ക്കകത്തുള്ള സബ് ഷെല്ലാണ് S, Lനകത്തുള്ള സബ് ഷെല്ലാണ് S, P. Mനകത്തുള്ള സബ് ഷെല്ലാണ് S, P, D. Nനകത്തുള്ള സബ് ഷെല്ലാണ് S, P, D, F. S, P, D, F. ആത്മാർത്ഥതയോടെ പറ പ്രിയപ്പെട്ടവരെ, ഇത്രയും ഫാക്ട് ഓക്കെ അല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഇത് സബ് ഷെല്ലാണ്, ഇത് സബ് ഷെല്ലാണ്, ഇത് സബ് ഷെല്ലാണ്, ഇത് സബ് ഷെല്ലാണ്. ഇനി ഓരോ സബ് ഷെല്ലിൻ്റെയും ഇടത് സൈഡിൽ നമുക്ക് ഷെൽ നമ്പർ കൊടുക്കാം. അതായത്
ഓരോ സബ് ഷെല്ലും അല്ലെങ്കിൽ അതാത് സബ് ഷെൽ ഏതൊക്കെ ഷെല്ലിലാണ് എന്ന വിവരം നമുക്കിവിടെ കൊടുക്കാം, മനസ്സിലാക്കി തരാം. ആദ്യം നിങ്ങൾ നോക്ക്, കെ എന്ന് പറയുന്ന ഷെല്ല്. ആ കെ എന്ന് പറയുന്ന ഷെല്ല് എത്രാമത്തെ ഷെല്ലാണ്? ഒന്നാമത്തെ ഷെല്ലാണ് അല്ലെ. അപ്പൊ കെ എന്ന് പറയുന്ന ഷെല്ല് അത് ഒന്നാമത്തെ ഷെല്ലാണ്. സോ ഈ എസ് സബ് ഷെല്ല് ആ ഒന്നാമത്തെ ഷെല്ലിൽ ഇരിക്കുന്നതായതുകൊണ്ട് എസിന്റെ ഇടത് സൈഡിൽ നമുക്ക് ഒന്നെന്ന് കൊടുക്കാം. സോ 1s. ഇനി അടുത്തത് എൽ എന്ന് പറയുന്ന ഷെല്ല് അത് രണ്ടാമത്തെ ഷെല്ലാണ്. രണ്ടാമത്തെ ഷെല്ലാണ്. സോ അതിന്റെ ഇടത് സൈഡിൽ നമുക്ക് 2 എന്നുള്ള നമ്പർ കൊടുക്കാം. 2sഉം 2pയും 2sഉം 2pയും. അടുത്തത് എം എന്ന് പറയുന്ന ഷെല്ലാണ്. അത് മൂന്നാമത്തെ ഷെല്ലാണ്. സോ SPD അവ മൂന്നാമത്തെ ഷെൽ ആയതുകൊണ്ട് ഇടത് സൈഡിൽ ഷെൽ നമ്പർ 3 കൊടുക്കുമ്പോൾ 3s 3p 3d. എങ്കിൽ അടുത്തത് എങ്ങനെ ആയിരിക്കും പ്രിയപ്പെട്ടവരെ? എന്നിൽ വരുന്നവർക്ക് എങ്ങനെ ആയിരിക്കും? 4s 4p 4d 4f. മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. എങ്കിൽ ഒന്നുകൂടെ പറയാം, കെയ്ക്കകത്തുള്ള സബ് ഷെൽ ഏതാണ്? 1s. എൽ എന്ന് പറയുന്ന ഷെല്ലിനുള്ളിലുള്ള സബ് ഷെൽ ഏതാണ്? 2sഉം 2pയും. എമ്മിനകത്തുള്ള സബ് ഷെൽ ഏതാണ്? എം മൂന്നാമത്തെ ഷെല്ലാണ്. സോ 3s 3p 3d. എൻ എന്ന് പറയുന്നത് നാലാമത്തെ ഷെല്ലാണ്. സോ അതിനകത്തുള്ള സബ് ഷെൽ അപ്പോ 4s 4p 4d 4f. ഇനി അഞ്ചാമത് ഷെല്ല് ഉണ്ടായിരുന്നെങ്കിൽ 5s 5p 5d 5f. ഇനി ആറാമത്തെ ഷെല്ലിലുള്ളത് ഏതൊക്കെയാ? 6s 6p 6d 6f. അങ്ങനെ പോകുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുവാണേ പ്രിയപ്പെട്ടവരെ. എങ്കിൽ കണ്ണടച്ച് എൻ്റെ കൂടെ പറ, കെയ്ക്കകത്തുള്ള സബ് ഷെൽ ഏതാണ്? 1s. എല്ലിനകത്തുള്ള സബ് ഷെൽ ഏതാണ്? 2sഉം 2pയും. എമ്മിനകത്തുള്ള സബ് ഷെൽ ഏതാണ്? 3s 3p 3d. എന്നിനകത്തുള്ള സബ് ഷെൽ ഏതാണ്? 4s 4p 4d 4f. ആത്മാർത്ഥയോടെ പറ, ഇത് മനസ്സിലായോ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 1s 2s 2p 3s 3p 4s 3d 4s 4p. ഇത്രയും മതി. ഇത്രയും ഓർബിറ്റലുകളെ അഥവാ ഇത്രയും സബ് ഷെല്ലുകളെ ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. എനർജി ലെവൽ ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് എനർജി കൂടി പോകുന്ന ക്രമത്തിൽ 4p 1s മുതൽ 4p വരെയുള്ള സബ് ഷെല്ലുകളെ ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്യാൻ പോവാം. എനർജി കുറഞ്ഞതിൽ നിന്ന് എനർജി കൂടി പോകുന്ന ക്രമത്തിൽ 1s മുതൽ 4p വരെയുള്ള സബ് ഷെല്ലുകളെ ഞാനൊന്ന് അറേഞ്ച് ചെയ്യാൻ പോവാ. കേട്ടിരിക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കി ചോദിച്ചു പോവാം. ഏറ്റവും എനർജി കുറഞ്ഞ സബ് ഷെല്ലാണ് പ്രിയപ്പെട്ടവരെ 1s. 1s-നേക്കാൾ എനർജി കൂടിയ സബ് ഷെല്ലാണ് 2s. 2s-നേക്കാൾ എനർജി കൂടിയ സബ് ഷെല്ലാണ് 2p. 2p-യേക്കാൾ എനർജി കൂടിയ സബ് ഷെല്ലാണ് 3s. 3s-നേക്കാൾ എനർജി കൂടിയ സബ് ഷെല്ലാണ് 3p. ശ്രദ്ധിക്കണം, 3p-യേക്കാൾ എനർജി കൂടിയ സബ് ഷെല്ല് 3d എന്ന് നിങ്ങൾ എഴുതി വെക്കരുത്. 3p-യേക്കാൾ എനർജി കൂടിയ സബ് ഷെൽ 4s ആണ്. 4s-നേക്കാൾ എനർജി കൂടിയ സബ് ഷെൽ 3d ആണ്. 3d-യേക്കാൾ എനർജി കൂടിയ സബ് ഷെൽ 4p ആണ്. തൽക്കാലം ഇത്രയും പഠിക്കും. സാറേ, എന്തുകൊണ്ടാണ് 3p കഴിഞ്ഞിട്ട് 3d എഴുതാഞ്ഞത്? അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓഫ്ബോ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ N+L റൂൾ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കി തരാം. അത് പാർട്ട് 2-ല്. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ ഇങ്ങനത്തെ സെക്ഷൻ എന്നുള്ളത് താഴെ ഒന്ന് എന്നെ അറിയിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം വേഗം പറഞ്ഞേ. ഒന്നുകൂടെ പറ. 1s മുതൽ 4p വരെ എനർജി ക്രമത്തിൽ ഒന്ന് ക്രമീകരിച്ചു പറഞ്ഞേ.
ഏറ്റവും എനർജി കുറഞ്ഞത് ആർക്കാണ്? 1s. 1s-നേക്കാൾ എനർജി കൂടുതൽ ആർക്കാണ്? 2s. 2s-നേക്കാൾ എനർജി കൂടുതൽ ആർക്കാണ്? 2p. 2p-യേക്കാൾ എനർജി കൂടുതൽ ആർക്കാണ് പ്രിയപ്പെട്ടവരെ? 3s. 3s-നേക്കാൾ എനർജി കൂടുതൽ ആർക്കാണ്? 3p-ക്കാ. തെറ്റരുത്. 3p കഴിഞ്ഞാൽ അടുത്തത് ആരാണ്? 4s. 4s-നേക്കാൾ എനർജി കൂടുതൽ 3d. 3d-യേക്കാൾ എനർജി കൂടുതൽ 4p. ആത്മാർത്ഥയോടെ പറ, ഈ ക്രമം മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ, മനസ്സിൽ ഈ ക്രമം മനസ്സിലുണ്ടെങ്കിൽ എന്നോടൊപ്പം നിങ്ങൾ ഇപ്പൊ തന്നെ പറയും. ഒന്ന് കണ്ണടച്ച് പറ. 1s, 2s, 2p, 3s, 3p, 4s, 3d, 4p. ഒന്നുകൂടെ പറ. 1s, 2s, 2p, 3s, 3p, 4s, 3d, 4p. ഒന്നുകൂടെ പറ. 1s, 2s, 2p, 3s, 3p, 4s, 3d, 4p. ഈ ക്രമത്തിലാണല്ലോ പ്രിയപ്പെട്ടവരെ ഇവിടെ സബ്ഷെല്ലുകൾ ഉള്ളത്. ഈ ക്രമത്തിലാണല്ലോ പ്രിയപ്പെട്ടവരെ സബ്ഷെല്ലുകൾ ഉള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇതിൽ ഏറ്റവും എനർജി കുറഞ്ഞത് 1s ആണ്. 1s-നേക്കാൾ എനർജി കൂടുതൽ 2s-നാണ്. 2s-നേക്കാൾ എനർജി കൂടുതൽ 2p-ക്കാണ്. 2p-യേക്കാൾ എനർജി കൂടുതൽ 3s ആണ്. 3s-നേക്കാൾ എനർജി കൂടുതൽ 3p-ക്കാണ്. 3p-യേക്കാൾ എനർജി കൂടുതൽ 4s ആണ്. 4s-നേക്കാൾ എനർജി കൂടുതൽ 3d-ക്കാണ്. 3d-യേക്കാൾ എനർജി കൂടുതൽ ആർക്കാണ്? 4p-ക്കാണ്. അപ്പൊ ഈ ക്രമം നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഈ ക്രമം അറിയുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം കൃത്യമായി എഴുതാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഈ ക്രമം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. എന്തിനാണ് സാറേ ഈ ക്രമം കൃത്യമായി അറിയേണ്ടത്? പറഞ്ഞു തരാം. ആദ്യം തന്നെ ഈ ക്രമം മനസ്സിലുണ്ടേ ഒന്ന് റഫായിട്ട് ഇപ്പൊ തന്നെ എഴുതി നോക്കണേ. ഇത് പഠിക്കണമെന്ന ആത്മാർത്ഥത ഉള്ളവരാണോ നിങ്ങളെങ്കിൽ ഈ ക്രമം ഇപ്പൊ തന്നെ ഒന്ന് എഴുതി നോക്കണം. ഈ ക്രമം ഇപ്പൊ തന്നെ ഒന്ന് കാണാതെ എഴുതി നോക്കണം. എന്നിട്ട് നിങ്ങൾ ബാക്കി കണ്ടന്റ് കേട്ടാ മതി. യെസ്, നിങ്ങൾ എഴുതി നോക്കിയിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ക്രമം ഇങ്ങനെയാണ്. 1s, 1s കഴിഞ്ഞാൽ 2s, 2s കഴിഞ്ഞാൽ 2p, 2p കഴിഞ്ഞാൽ 3s, 3s കഴിഞ്ഞാൽ 3p, 3p കഴിഞ്ഞാൽ 4s, 4s കഴിഞ്ഞാൽ 3d, 3d കഴിഞ്ഞാൽ 4p. ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പ്രധാനമായിട്ടും നമുക്കിവിടെ 4 സബ്ഷെല്ലുകൾ ഉണ്ടെന്നല്ലേ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്? അതെ. ഏതൊക്കെയാണ് 4 സബ്ഷെല്ല്? ഒന്നാമത്തതാണ് എസ്, രണ്ടാമത്തതാണ് പി, മൂന്നാമത്തതാണ് ഡി, നാലാമത്തതാണ് എഫ്. അപ്പൊ 4 സബ്ഷെൽ ഉണ്ട്. ഒന്ന് എസ്, മറ്റൊന്ന് പി, അടുത്തത് ഡി, അടുത്തത് എഫ്. എന്തിനാണ് ഞാനിത് വീണ്ടും പറഞ്ഞത്? പറയാം. ഓരോ സബ്ഷെല്ലിലും പ്രിയപ്പെട്ടവരെ, ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നിങ്ങൾ അറിയണം. ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യത്തെ സബ്ഷെല്ലാണ് എസ് സബ്ഷെല്ല്. ആ എസ് സബ്ഷെല്ലില് പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്. അടുത്തത് പി സബ്ഷെല്ലാണ്. 4 വീതം കൂട്ടിക്കൂട്ടി പറഞ്ഞാൽ മതി. 4 വീതം കൂട്ടിക്കൂട്ടി പറഞ്ഞാൽ മതി. അടുത്തത് പി സബ്ഷെല്ല. പി സബ്ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 6 ആണ്. പ്രിയപ്പെട്ടവരെ, അടുത്തത് ഡി സബ്ഷെല്ലാണ്. ഡി സബ്ഷെല്ലില് മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 10 ആണ്. 4 കൂട്ടി പറ. എഫ് സബ്ഷെല്ലില് മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 14 ആണ്. അപ്പൊ ഇത്തരത്തിൽ ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിങ്ങൾ അറിയണം. ആദ്യത്തത് എസ് സബ്ഷെല്ലില് 2 ഇലക്ട്രോൺ. ഇനി അങ്ങോട്ട് 4 വീതം കൂട്ടിക്കൂട്ടി പറഞ്ഞാൽ മതി. പി സബ്ഷെല്ലില് മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺ എണ്ണം 6. ഡി സബ്ഷെല്ലില് മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺ എണ്ണം 10. 4 വീതം കൂട്ടിക്കൂട്ടി പറ. എഫ് സബ്ഷെല്ലില് മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺ എണ്ണം 14. അപ്പൊ എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. ഇതെന്തിനാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്? പറയാം. നിങ്ങൾ ആ എനർജി ലെവൽ ക്രമം സ്ക്രീനിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന ആ ക്രമം നിങ്ങൾ നോക്കിയേ പ്രിയപ്പെട്ടവരെ. സ്ക്രീനിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന ആ ക്രമം നിങ്ങൾ കണ്ടു കാണുമല്ലോ. 1s,
2s 2p 3s 3p 4s 3d 4p. പറയാം. 1s എന്ന സബ്ഷെല്ലിലെ നിങ്ങൾ ആദ്യം കണ്ടത്, അതെ, ആ 1s എന്ന് പറയുന്ന സബ്ഷെല്ലില് എസ് എന്ന് പറയുന്ന സബ്ഷെൽ ഉള്ളത് കൊണ്ട് 1sൽ പരമാവധി 2 ഇലക്ട്രോണുകൾ മാത്രമേ ഇരിക്കുകയുള്ളൂ. രണ്ടാമത്തെ സബ്ഷെല്ല് 2s ആണ്. 2sൽ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലാണ് ഉള്ളത്. സോ അതുകൊണ്ട് എസ് സബ്ഷെൽ ഉള്ളത് കൊണ്ട് 2sൽ മാക്സിമം 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളുകയുള്ളൂ. അടുത്ത സബ്ഷെല്ല് 2p ആണ്. പി സബ്ഷെൽ അതിലുണ്ട്. നമുക്കറിയാം പി സബ്ഷെല്ലില് മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺ എണ്ണം 6 ആണ്. അപ്പൊ 2p എന്ന് പറയുന്ന സബ്ഷെല്ലില് മാക്സിമം 6 ഇലക്ട്രോണേ ഇരിക്കത്തുള്ളൂ. അതേപോലെ 3s എസ് ഉള്ളത് കൊണ്ട് 3sൽ മാക്സിമം 2 ഇലക്ട്രോണേ ഇരിക്കത്തുള്ളൂ. ഞാൻ എഴുതി കാണിക്കാം. 3pയിൽ പി സബ്ഷെൽ ഉള്ളത് കൊണ്ട് 3pയിൽ പരമാവധി 6 ഇലക്ട്രോണേ പറ്റത്തുള്ളൂ. 4s എസ് സബ്ഷെൽ ഉള്ളത് കൊണ്ട് 4sൽ മാക്സിമം 2 ഇലക്ട്രോണുകളെ ഇരിക്കത്തുള്ളൂ. 3d ഡി സബ്ഷെൽ ഉള്ളത് കൊണ്ട് അതിൽ പരമാവധി 10 ഇലക്ട്രോണേ ഇരിക്കത്തുള്ളൂ. 4p പി സബ്ഷെൽ അതുള്ളതിൽ കൊണ്ട് 4pയിൽ പരമാവധി 6 ഇലക്ട്രോണുകളെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഓരോ സബ്ഷെല്ലും എസിൽ പരമാവധി 2 ഇലക്ട്രോൺ മാത്രം, പി വരുന്നിടത്ത് പരമാവധി 6 ഇലക്ട്രോൺ മാത്രം, ഡി വരുന്നിടത്ത് പരമാവധി 10 ഇലക്ട്രോൺ മാത്രം, എഫ് വരുന്നിടത്ത് പരമാവധി 14 ഇലക്ട്രോണുകൾ മാത്രമേ ഉൾക്കൊള്ളുവാൻ കഴിയുള്ളൂ. ഇനി ഞാൻ പറയുന്നത് ഹൃദയം കൊണ്ട് കേട്ടണം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. ഏറ്റവും ആദ്യത്തെ സബ്ഷെൽ ആണല്ലോ 1s. പ്രിയപ്പെട്ടവരെ, 1sൽ പരമാവധി 2 ഇലക്ട്രോണുകളെ ഇരിക്കുകയുള്ളൂ. അതിൽ ആ 2 ഇലക്ട്രോൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും അധികം ഇലക്ട്രോൺ ഉണ്ട്, ഇനിയും കൊടുക്കാൻ ഇലക്ട്രോൺ ഉണ്ട്. 1sൽ ഫില്ല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? 1sൽ പരമാവധി 2 ഇലക്ട്രോണുകളെ പറ്റത്തുള്ളൂ. അതും കഴിഞ്ഞ് ബാക്കി ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ 2sൽ കൊടുക്കണം. 2sൽ ഇലക്ട്രോൺ പരമാവധി 2 ഇലക്ട്രോണുകളെ പറ്റത്തുള്ളൂ. എന്നിട്ടും പരമാവധി 2 കൊടുത്തിട്ട് ഇനിയും നമ്മുടെ കയ്യിൽ ബാക്കി ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത സബ്ഷെല്ലിൽ കൊടുക്കണം 2p. 2pയിലും മാക്സിമം 6 ഇലക്ട്രോൺ വരെ ഫില്ല് ചെയ്യത്തുള്ളൂ. അവിടെ ആ 6 ഇലക്ട്രോൺ നിറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ബാക്കി ഇലക്ട്രോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 3sൽ കൊടുക്കണം. 3sലും ഫില്ല് ചെയ്തിട്ട് ബാക്കി ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 3pയിൽ കൊടുക്കണം. 3pയിൽ പരമാവധി 6 ഇലക്ട്രോൺ ആണ്. അടുത്ത പോയിന്റ് കേട്ടോ. 3pയിൽ പരമാവധി 6 ഇലക്ട്രോൺ നിറച്ചു കഴിഞ്ഞിട്ടും ബാക്കി ഇനിയും ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ 3dയിലാണോ ഫില്ല് ചെയ്യേണ്ടത്? അല്ല. നമ്മൾ 3pയിൽ ഫില്ല് ചെയ്തിട്ട് അടുത്ത ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് എവിടെയാണ്? പറ. 4sലാണ്. 4sൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇനിയും ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യേണ്ടത് 3dയിലാണ്. 3dയിൽ ഫില്ല് ചെയ്തിട്ട് വീണ്ടും ബാക്കി ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് 4pയിൽ ഫില്ല് ചെയ്യണം. അപ്പം ഈ ഒരു എനർജി ലെവൽ ക്രമത്തിൽ വേണം ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യാൻ. അപ്പൊ ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് 1s. 1sൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇലക്ട്രോൺ ബാക്കിയുണ്ടെങ്കിൽ 2s. 2sൽ പരമാവധി ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ അത് 2p. 2pയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വീണ്ടും ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 3s. 3sൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയും ബാക്കി ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് 3pയിൽ കൊടുക്കണം. 3pയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയും ബാക്കി ഉണ്ടെങ്കിൽ അത് 4sൽ കൊടുക്കണം. 4sൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയും ബാക്കി ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 3dയിൽ കൊടുക്കണം. മനസ്സിലായോ? 3dയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയും ബാക്കി ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് 4pയിൽ കൊടുക്കണം. ഇതൊരു പ്രീവിയസ് ആയിരുന്നു. 3dയിൽ പരമാവധി ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഇലക്ട്രോണിനെ ഏത് ഓർബിറ്റലിലേക്കാണ് പിന്നെ ഫില്ല് ചെയ്യേണ്ടത്? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. 3dയിൽ പരമാവധി 3d ഓർബിറ്റലിൽ പരമാവധി ഇലക്ട്രോൺ ഫില്ല് ചെയ്തത് കഴിഞ്ഞതിന് ശേഷം
ബാക്കിയുള്ള അടുത്ത ഇലക്ട്രോണിനെ ഏത് ഓർബിറ്റലിലാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. അതെവിടെയാ ഫില്ല് ചെയ്യേണ്ടത്? 4p. അപ്പം ഈ ഓർഡർ നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കുക. ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണവും അറിഞ്ഞിരിക്കുക. പരമാവധി ഇലക്ട്രോൺ എണ്ണം അറിയാമല്ലോ, പറ. എസിൽ പരമാവധി എത്ര ഇലക്ട്രോണാ? 2. പിയിൽ പരമാവധി എത്ര ഇലക്ട്രോണാ? 6. ഡിയിൽ പരമാവധി എത്ര ഇലക്ട്രോണാ? 10. എഫിൽ പരമാവധി എത്ര ഇലക്ട്രോണാ? 14. ആത്മാർത്ഥയോടെ പറ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിച്ചില്ലേ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇനി നമുക്ക് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. ഓക്കെ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. എഴുതാൻ പോവാണ്. ഏറ്റവും ആദ്യം എഴുതാം ഐശ്വര്യമായിട്ട് Na. Na എന്ന സിമ്പലുള്ള മൂലകം ഏതാ? Na എന്ന പ്രതീകം ഉള്ള മൂലകം ഏതാ? അത് സോഡിയമാ. ഏതാണ്? സോഡിയം. Na എന്ന പ്രതീകമുള്ള മൂലകം സോഡിയമാണ്. സോഡിയത്തിന്റെ അറ്റോമിക സംഖ്യ 11. സോഡിയത്തിന്റെ അറ്റോമിക സംഖ്യ എത്രയാണ്? 11. മറക്കല്ലേ, സോഡിയത്തിന്റെ അറ്റോമിക സംഖ്യ 11. സോഡിയത്തിന്റെ പ്രതീകം Na ആണ്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സോഡിയത്തിന്റെ പ്രതീകം Na എന്ന് വന്നത്? പറയാം. സോഡിയത്തിന്റെ ലാറ്റിൻ നാമമാണ് നാട്രിയം. സോഡിയത്തിന്റെ ലാറ്റിൻ നാമമാണ് ഏത്? നാട്രിയം. നേട്രിയം, നാട്രിയം എന്നൊക്കെ പറയാം. അപ്പൊ ആ നാട്രിയത്തിന്റെ ഫസ്റ്റ് 2 ലെറ്റർ ആണ് ഇവിടെ സിമ്പൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, Na. അപ്പൊ സോഡിയത്തിന്റെ സിമ്പൽ Na ആണ്. അറ്റോമിക സംഖ്യ 11 ആണ്. ഇനി ഞാൻ പറയുന്ന കാര്യം ഹൃദയം കൊണ്ട് നിങ്ങൾ കേൾക്ക് പ്രിയപ്പെട്ടവരെ. ഇവിടെ സോഡിയത്തിന്റെ അറ്റോമിക സംഖ്യ 11 ആണ്. ഒരാറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ എത്രയാണോ, ഒരു മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ എത്രയാണോ അതായിരിക്കും അതിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. ഇവിടെ അറ്റോമിക സംഖ്യ എത്രയാണ്? 11. അപ്പൊ ആ 11 തന്നെ ആയിരിക്കും അവന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം. സോഡിയത്തിലെ ഒരു സോഡിയം ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അപ്പൊ എത്ര? 11. അപ്പൊ ഒരു മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ എത്രയാണോ അതു തന്നെ ആയിരിക്കും അവന്റെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം. ഇവിടെ സോഡിയത്തിന്റെ അറ്റോമിക സംഖ്യ 11 ആണ്. അപ്പോൾ അവന്റെ പ്രോട്ടോണിന്റെ എണ്ണവും 11 ആണ്, ഇലക്ട്രോണിന്റെ എണ്ണവും 11 തന്നെയാണ്. സോ ഇലക്ട്രോണിന്റെ എണ്ണം 11 ആയതുകൊണ്ട് നമുക്ക് ആ 11 ഇലക്ട്രോണിനെ ഓരോ സബ്ഷെല്ലുകളിലോട്ടും ഫില്ല് ചെയ്യാം. അപ്പൊ ഇവിടെ സോഡിയത്തിന്റെ അറ്റോമിക സംഖ്യ 11 ആണ്. അപ്പൊ സോഡിയത്തിന്റെ അറ്റോമിക സംഖ്യ 11 ആയതുകൊണ്ട് നമുക്ക് ഈ 11 ആയതുകൊണ്ട് ഇതിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും എത്ര തന്നെ ആയിരിക്കും? 11. അപ്പൊ ഈ 11 ഇലക്ട്രോണിനെ നമുക്ക് ഓരോ സബ്ഷെല്ലുകളിലോട്ടും കൊടുത്താലോ പ്രിയപ്പെട്ടവരെ? ഈ ക്രമത്തിൽ വേണം ഫില്ല് ചെയ്യാൻ. 11 ഇലക്ട്രോൺ ആണ്. ഏറ്റവും ആദ്യം വരുന്ന സബ്ഷെല്ലാണ് ഏത്? 1s. അപ്പൊ 1s എന്ന് എഴുതി. നമുക്ക് 11 ഇലക്ട്രോൺ ആണുള്ളത്. 1sൽ എനിക്ക് 11 ഇലക്ട്രോണും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. 1sൽ ഞാൻ എത്ര ഇലക്ട്രോണെ മാക്സിമം നിറയ്ക്കാൻ പറ്റത്തുള്ളൂ? അവിടെ സബ്ഷെൽ ഉള്ളത് കൊണ്ട് പരമാവധി 2 ഇലക്ട്രോണെ നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ മൊത്തം 11 ഇലക്ട്രോണിനുള്ളതിൽ 2 എണ്ണം 1sൽ കയറി. ബാക്കി ഇനി 9 എണ്ണം ഉണ്ട്. ശരിയല്ലേ? 1s കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് എവിടെയാ? 2sലാ. സോ ഞാൻ എഴുതുകയാണ് 2s. പ്രിയപ്പെട്ടവരെ, അവിടെയും എക്സെപ്ഷൻ ആണുള്ളത്. എക്സെപ്ഷൻ ഉള്ളത് കൊണ്ട് അവിടെയും പരമാവധി 2 ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യത്തുള്ളൂ. 2 ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടോട്ടൽ നിങ്ങൾ നോക്ക്, 2ഉം 2ഉം ഇപ്പൊ എത്ര ഇലക്ട്രോൺ കയറി? മൊത്തം 4 ഇലക്ട്രോൺ കയറി. അപ്പൊ ആകെയുള്ളത് 11 ആണ്. 11 എണ്ണത്തിൽ 4 ഇലക്ട്രോൺ കയറി. ബാക്കി ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. 2s കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് എവിടെയാ? 2p ആണ്. സോ ഞാൻ 2p എഴുതി. ബാക്കി എനിക്ക് അവിടെ 7 ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റുമോ 2pയിൽ? ഇല്ല. 2pയിൽ നമുക്ക് അവിടെ 7 ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റില്ല. കാരണം കുറച്ചു മുന്നേ ഞാൻ പഠിപ്പിച്ചു, p സബ്ഷെല്ലില് മാക്സിമം എത്ര ഇലക്ട്രോൺ വരെ ഫില്ല് ചെയ്യാൻ പറ്റുകയുള്ളൂ? 6.
മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അപ്പൊ 6 ഇലക്ട്രോൺ വരെ മാക്സിമം അവിടെ ഫില്ല് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് 7 കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ 6 എണ്ണം കൊടുത്തു. ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം ഒന്ന് കൂട്ടി നോക്കിയേ. 2ഉം 2ഉം 4, 4ഉം 6ഉം 10 ഇലക്ട്രോൺ കയറി. ഇനി നമ്മുടെ കയ്യിൽ ബാക്കി 1 ഇലക്ട്രോണും കൂടെ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, 2p കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് എവിടെയാണ്? 3sലാണ്. സോ ഞാൻ 3s എഴുതി. അവിടെ പരമാവധി 2 ഇലക്ട്രോൺ വരെ ഫില്ല് ചെയ്യും. നമ്മുടെ കയ്യിൽ ബാക്കി ഇനി ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരെണ്ണം ധൈര്യമായിട്ട് എഴുതാം. സോഡിയത്തിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുന്നത്? 1s2, 2s2, 2p6, 3s1. പ്രിയപ്പെട്ടവരെ, ഇത് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ ഇനി പറയല്ലേ, ഇത് പാടാണെന്ന് പറയരുത്. ഇന്നത്തോടെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് സെറ്റ് ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് റെക്കോർഡ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് ഒന്നുകൂടെ ബാക്കിലോട്ട് അടിച്ചാൽ ഇത് വീണ്ടും കേൾക്കാൻ പറ്റും. ഒന്നുകൂടെ കേട്ട് വരിക. അടുത്തത് ഞാൻ വേറെ ചെയ്ത് കാണിക്കാം. ഓക്സിജൻ ആണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. പ്രിയപ്പെട്ടവരെ, ഓക്സിജന്റെ അറ്റോമിക സംഖ്യ 8 എന്ന് പറയുമ്പോൾ അതിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും എത്ര തന്നെ ആയിരിക്കും? 8. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞു, ഒരു മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ എത്രയാണോ അതു തന്നെ ആയിരിക്കും അവന്റെ പ്രോട്ടോണുകളുടെ എണ്ണവും അവനിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും. ഇവിടെ ഓക്സിജന്റെ അറ്റോമിക സംഖ്യ 8 എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവന്റെ പ്രോട്ടോണിന്റെ എണ്ണവും 8 ആണ്, ഇലക്ട്രോണിന്റെ എണ്ണവും 8 ആണ്. നമുക്കിവിടെ ഇലക്ട്രോൺ എണ്ണം മതി. അപ്പൊ നമ്മുടെ കയ്യിൽ 8 ഇലക്ട്രോണുകളാണ് ഉള്ളത്. ഈ 8 ഇലക്ട്രോണിനെ ഞാൻ ഓരോ സബ്ഷെല്ലിലോട്ടും കൊടുക്കാൻ പോവാ. ഏറ്റവും ആദ്യം ഫില്ല് ചെയ്യേണ്ടത് 1sലാണ്. അവിടെ s സബ്ഷെല്ലാണ് ഉള്ളത്. നമുക്ക് 8 ഇലക്ട്രോൺ ഉണ്ട്. ആ 8ഉം അവിടെ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം s സബ്ഷെല്ലാണ്. പരമാവധി 2 ഇലക്ട്രോൺ മാത്രമേ ഫില്ല് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് 1sൽ 2 കൊടുത്തു. ടോട്ടൽ 8 ആണുള്ളത്. അതിൽ 2 എണ്ണം കയറി. ബാക്കി ഇനി 6 എണ്ണം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, 1s കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് 2s ആണ്. അവിടെയും s സബ്ഷെല്ലാണ്. s സബ്ഷെൽ ആയതുകൊണ്ട് അവിടെയും പരമാവധി 2 ഇലക്ട്രോണുകളെ നിറഞ്ഞിരിക്കുകയുള്ളൂ. ഇപ്പൊ ആകെ മൊത്തം എത്ര ഇലക്ട്രോൺ കയറിയെന്ന് നോക്കിയേ. 2ഉം 2ഉം 4 ഇലക്ട്രോണുകൾ കയറിയിട്ടുണ്ട്. മൊത്തം 8. അതിൽ 4 എണ്ണം കയറി. ബാക്കി ഇനി 4 എണ്ണമേ ഉള്ളൂ. നിങ്ങൾ പറ, 2s കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് എവിടെയാ? 2pയിലാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, p ആണ് അവിടെ സബ്ഷെല്ല്. pയിൽ മാക്സിമം 4 ഇലക്ട്രോണുകൾ വരെ ഇരിക്കും. നമ്മുടെ കയ്യിൽ ബാക്കി ഇനി pയിൽ മാക്സിമം 6 ഇലക്ട്രോൺ വരെ ഇരിക്കും. നമ്മുടെ കയ്യിൽ ബാക്കി ഇനി 4 എണ്ണമേ ഉള്ളൂ. അപ്പൊ ധൈര്യമായിട്ട് 2pയിൽ എത്ര കൊടുക്കാം? 4 കൊടുക്കാം. കൂട്ടി നോക്കിയേ. 2ഉം 2ഉം 4, 4ഉം 4ഉം 8. സോ ഓക്സിജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും പ്രിയപ്പെട്ടവരെ? 1s2, 2s2, 2p4. സത്യസന്ധമായിട്ട് പറ, മനസ്സിലായോ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് ഇന്ന് ഇത് ഇവിടുന്ന് എളുപ്പമായിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഫോസ്ഫറസിന്റെ അറ്റോമിക സംഖ്യ 15 ആണ്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ അറ്റോമിക സംഖ്യ 15 ആയതുകൊണ്ട് ഇവനിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും എത്ര തന്നെയാണ്? 15 ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോസ്ഫറസിന്റെ ഇലക്ട്രോൺ എണ്ണം 15 ആണല്ലോ. ഫോസ്ഫറസിന്റെ അറ്റോമിക നമ്പർ 15 ആയതുകൊണ്ട് ഇലക്ട്രോൺ എണ്ണം 15 ആണ്. അപ്പൊ 15 ഇലക്ട്രോണെ ഞാൻ ഓരോ സബ്ഷെൽ ഈ ക്രമത്തിൽ കൊടുക്കുവാണേ. ഏറ്റവും ആദ്യം 1sൽ 2 എണ്ണം കയറി. ഇനി 13 എണ്ണം ബാക്കിയുണ്ട്. അടുത്ത 2s ആണ്. അവിടെയും 2 എണ്ണം കയറി അല്ലെ? അവിടെയും 2 എണ്ണം കയറി. ബാക്കി ഇനി 11 എണ്ണം ബാക്കിയുണ്ട്. 2sൽ ഫില്ല് ചെയ്താൽ അടുത്തത് 2p ആണ്. ബാക്കിയുള്ള 11 അവിടെ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം അവിടെ p സബ്ഷെല്ലാണ്. സോ പരമാവധി അവിടെ 6 എണ്ണമേ ഇരിക്കത്തുള്ളൂ. 6ഉം 4ഉം 10 എണ്ണമായി. മൊത്തം 15 ഇലക്ട്രോണാ ഉള്ളത്. 10 എണ്ണമായി. ബാക്കി ഇനി 5 എണ്ണം ഉണ്ട്. 2p കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് 3sലാണ്. സോ 3sൽ ഞാൻ 2 എണ്ണം കൊടുത്തു. 10ഉം 2ഉം എത്ര എണ്ണമായി? 12 എണ്ണമായി. ഇനി നമ്മുടെ കയ്യിൽ 12 കഴിഞ്ഞാൽ ബാക്കി ഇനി 3 എണ്ണമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. 3s കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് 3p ആണ്. 3 എണ്ണമേ ബാക്കിയുള്ളൂ. 3pയിൽ പരമാവധി എത്ര എണ്ണം ഫില്ല് ചെയ്യും? 6. നമ്മുടെ കയ്യിൽ ബാക്കി 3 എണ്ണമേ ഉള്ളൂ.
സോ 3p ധൈര്യമായിട്ട് 3 ഇലക്ട്രോൺ എഴുതാം. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p3. ഇതാണ് ഫോസ്ഫറസിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം. ആത്മാർത്ഥതയോടെ പ്രിയപ്പെട്ടവരെ, മനസ്സിലായോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? എങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇനി ഇത് വെച്ച് നമുക്ക് ബ്ലോക്ക് കണ്ടെത്താം, ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താം, പീരീഡ് നമ്പർ കണ്ടെത്താം. അത് ഞാൻ അടുത്ത പാർട്ടായിട്ട് കൊണ്ടുവരാം. ഇന്ന് ഇത്രയും പഠിക്കുക കേട്ടല്ലോ. ഇത്തിരി പഠിച്ചു പോയി, നമുക്ക് സമയം ആവശ്യത്തിൽ അധികമുണ്ട്. അപ്പൊ ഇന്ന് ഇത്രയും പഠിക്കേ. ഇനി ഞാൻ പറയുന്ന അടുത്ത കേൾക്കണേ. കാൽസ്യത്തിന്റെ അറ്റോമിക സംഖ്യ 20 സോ കാൽസ്യത്തിന്റെ അറ്റോമിക സംഖ്യ 20 ആയതുകൊണ്ട് നമുക്ക് 20 ഇലക്ട്രോണെ ഓരോ സബ്ഷനിൽ കൊടുക്കാം. 1s 2 എണ്ണം കയറി. എൻ്റെ കൂടെ എഴുതി വരണേ. നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടേ. 2s 4 എണ്ണമായി. 2p 6 10 എണ്ണമായി. 3s2 3p6 കൂട്ടി നോക്ക്. 2 4 6 സോറി 2 4 6 6 4 4 10 12 12 6 18 ഇലക്ട്രോണായി. 18 ഇലക്ട്രോണായി. മൊത്തം 20 20 18 ഇലക്ട്രോണായി. ബാക്കി ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, 3p ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 3p കഴിഞ്ഞ പിന്നെ അടുത്ത ഫില്ല് ചെയ്യേണ്ടത് എവിടെയാ? 4sലാ. നമുക്ക് ബാക്കി എത്ര എണ്ണമേ ഉള്ളൂ? 2. 4sൽ മാക്സിമം 2 വരെ ഇരിക്കുക തന്നെ ചെയ്യും. അപ്പൊ കാൽസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 4s2. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണല്ലോ? എങ്കിൽ കാൽസ്യത്തിന്റെ ചെയ്തവർക്ക് ഈസി ആയിട്ട് പൊട്ടാസ്യത്തിന്റെ ചെയ്യാം. 19 ഒന്ന് എഴുതി നോക്കിയേ. പൊട്ടാസ്യത്തിന്റെ ചെയ്തവർ ആർഗൺ 18 ആർഗൺ 18. ഇത് രണ്ടും ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലുള്ള നോട്ട്ബുക്കിൽ എഴുതി നോക്കുക. ശരിയായിരിക്കും. സോ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിൽ ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ എഴുതുവാണ്. നിങ്ങൾ ഇങ്ങനല്ലേ പ്രിയപ്പെട്ടവർ എഴുതിയത്? 1s2 2s2 2p6 3s2 3p6 18 ഇനി ഒരെണ്ണം കൂടെ വേണം 19 ആവാൻ. 3p കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് 4s1. ആർഗൺ 18 1s2 2s2 2p6 3s2 3p6 ആർഗൺ 18. ഇങ്ങനല്ലേ എഴുതിയത്? നിങ്ങൾ പറ, ഇതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സമാധാനത്തോടെ മൈൻഡ് ഫ്രീ ആക്കിയിട്ട് ഒന്ന് പറഞ്ഞേ. സ്കാൻഡിയത്തിന്റെ സിമ്പലാണ് SC. സ്കാൻഡിയത്തിന്റെ സിമ്പലാണ് ഇത് SC. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് എഴുതിയാലോ? 20 വരെ ഉള്ളതിൻ്റെ എഴുതാൻ നിങ്ങൾക്കറിയാം. തൊട്ടു മുന്നേ നിങ്ങളുടെ നോട്ട്ബുക്കിൽ തന്നെയുണ്ട്. അറ്റോമിക സംഖ്യ 20 ഉള്ള കാൽസ്യത്തിന് നമ്മൾ എഴുതി വെച്ചതേ ഉള്ളൂ. എഴുതി ഇപ്പം കൂടെ കഴിഞ്ഞതേ ഉള്ളൂ. കാൽസ്യം അറ്റോമിക് നമ്പർ 20 എങ്ങനെയായിരുന്നു? 20 വരെ ഒന്ന് പറഞ്ഞേ. 1s2 2s2 2p6 3s2 3p6 18 4s2 20. നമുക്കിവിടെ ആകെ മൊത്തം എത്ര ഇലക്ട്രോൺ ഉണ്ട്? 21 ഇലക്ട്രോൺ ഉണ്ട്. ഇപ്പൊ കൂട്ടി നോക്കുക. 2 4 4 6 10 10 2 12 12 6 18 18 2 20 എണ്ണമായി. ഇനി ഒരെണ്ണം കൂടെ വേണം. ഇപ്പൊ അവസാനം ഏത് സബ്ഷനിലാ ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്? 4sലാ. 4s കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് എവിടെയാ? 4s കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് 3dയിലാണ്. 3dയിൽ മാക്സിമം 10 ഇലക്ട്രോൺ വരെ ഇരിക്കും. നമ്മുടെ കയ്യിൽ ബാക്കി ഇനി ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് എഴുതാം 3d1. കണ്ടല്ലോ? അപ്പൊ സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? 4s2 3d1. 4s2 3d1. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ. അറ്റോമിക് നമ്പർ 21 21 അവസാനിച്ചതും 21 21. കണ്ടല്ലോ? ഒരു പ്രത്യേകത കണ്ടോ? ഇനി വേറെണ്ണം ചെയ്ത് കാണിക്കാം. അറ്റോമിക് നമ്പർ 22 ആയിട്ടുള്ള ഒരുത്തനാണ്
ടൈറ്റാനിയം 22. അറ്റോമിക് നമ്പർ 22 ഒരുത്തനാണ് ടൈറ്റാനിയം. സോ നമുക്കറിയാം 20 വരെ നിങ്ങൾക്കറിയാം കാൽസ്യത്തിന്റെ. 20 വരെ എഴുതാൻ നിങ്ങൾക്ക് അറിയാം പ്രിയപ്പെട്ടവരെ. കാൽസ്യത്തിന് നമ്മൾ കുറച്ചു മുന്നേ എഴുതിയതേ ഉള്ളൂ 20 വരെ. അപ്പൊ ഒന്ന് പറഞ്ഞേ എങ്ങനെയാ? പറ. 1s2, 2s2, 2p6, 3s2, 3p6, 4s2. 20 വരെ കാൽസ്യമായി. ഇനി 2 എണ്ണം കൂടെ വേണം അല്ലേ? 4sലാണ് ഇപ്പൊ അവസാനിച്ച് നിൽക്കുന്നത്. ഇനി 20 ആയി. ഇനി 2 എണ്ണം കൂടെ വേണം, 22ാമത്തത്. അപ്പൊ ആ 2 എണ്ണം 4s കഴിഞ്ഞാൽ അടുത്ത ഫില്ല് ചെയ്യേണ്ടത് എവിടെയാ? 3d-ലാ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3d2. 4s2, 3d2. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, അറ്റോമിക് നമ്പർ 22 ഇവിടെയും അവസാനിച്ചത് എങ്ങനെ? 2, 22. ഇനി അടുത്തതൊരെണ്ണം തരാം പ്രിയപ്പെട്ടവരെ. വനേഡിയം. വനേഡിയത്തിന്റെ അറ്റോമിക സംഖ്യ 23. വനേഡിയം കണ്ടല്ലോ, വനേഡിയത്തിന്റെ അറ്റോമിക സംഖ്യ 23. 23 വെച്ചാൽ 20 വരെ നിങ്ങൾക്കറിയാം അല്ലെ? 20 വരെ കാൽസ്യം. 20 വരെ കാൽസ്യത്തിന്റെ എഴുതാൻ നിങ്ങൾക്കറിയാം. ഒന്ന് പറഞ്ഞ എങ്ങനെയാ? 1s2, 2s2, 2p6, 3s2, 3p6, 4s2. 20 വരെ ആയേ. ഇനി 3 എണ്ണം കൂടെ ബാക്കിയുണ്ട്. 4s കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് എവിടെയാ? കൂടെ പറ. 3d-ലാ. ബാക്കി ഇനി എത്ര എണ്ണമേ ഉള്ളൂ? 3. ധൈര്യമായിട്ട് കൊടുക്കാം 3d3. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, 23, 2, 3. ഇവിടെയും 2, 3 അവസാനിച്ചത് കണ്ട. ഇനി അടുത്തത് ഇതൊന്ന് നിങ്ങൾ പറയണേ. മാംഗനീസ് 25. മാംഗനീസ് 25. 20 വരെ നിങ്ങൾക്കറിയാം 4s2 അല്ലെ? 20 വരെ നിങ്ങൾക്കറിയാം 4s2. അത് കഴിഞ്ഞ് പിന്നെ 6 എണ്ണം കൂടെ ബാക്കിയുള്ളൂ. അപ്പൊ എങ്ങനെ എഴുതും പ്രിയപ്പെട്ടവരെ? 1s2, 2s2, 2p6, 3s2, 3p6, 4s2. 20 വരെ ആയേ. 25. ഇനി 5 എണ്ണം കൂടെ ബാക്കിയുണ്ട്. 3d5. ആത്മാർത്ഥതയോടെ പറ, ഇത് എളുപ്പമല്ലേ? എളുപ്പമല്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് Fe അറ്റോമിക് നമ്പർ 26 Fe ധൈര്യമായിട്ട് എഴുതിയേ. നിങ്ങളെ കൊണ്ട് പറ്റും. അതിന് ശേഷം കൊബാൾട്ട് അറ്റോമിക് നമ്പർ 27 ധൈര്യമായിട്ട് എഴുത്. കൊബാൾട്ട് അറ്റോമിക് നമ്പർ 27 ധൈര്യമായിട്ട് എഴുത്. കിട്ടും. 20ഉം 7ഉം. 20 വരെ നിങ്ങൾക്ക് അറിയാം. പിന്നെ 7 എഴുതിയാൽ മതി. അത് 3d-ലായിരിക്കും അല്ലേ? അതേപോലെ നിക്കൽ 28 ധൈര്യമായിട്ട് എഴുത്. അപ്പൊ ഞാൻ എഴുതുവാണെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇത്രയും പേരെ എഴുതിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. എങ്കിൽ ആ വിശ്വാസത്തിന്റെ പുറത്ത് അവസാനിച്ചത് മാത്രം പറയാം. എഫിയുടെ അവസാനിച്ചത് 4s2, 3d6 എന്ന. കൊബാൾട്ടിന്റെ അവസാനിച്ചത് 4s2, 3d7 എന്ന. നിക്കലിന്റെ അവസാനിച്ചത് 4s2, 3d8 എന്നാണ് അവസാനിച്ചത്. ക്ലിയർ അല്ലേ ഫാക്ട്? സിമ്പിൾ അല്ലേ ഫാക്ട്? അപ്പൊ ഇത് കൃത്യമായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി 2 സ്പെഷ്യൽ ആൾക്കാരെയും കൂടെ നമ്മളിവിടെ പഠിക്കാനുണ്ട്. അതുകൂടെ പഠിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ഇനി ഇതിന്റെ പാർട്ട് 2 നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് എഴുതിയിടാൻ, താഴെ കമൻ്റായിട്ട് എഴുതിയിടാൻ ഒരു മനസ്സുണ്ടാക്കണേ പ്രിയപ്പെട്ടവരെ. സോ ഏറ്റവും ആദ്യം ഞാൻ പഠിപ്പിക്കുന്നത് ക്രോമിയമാണ്. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. സോ ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്. 1s2, 2s2, 2p6, 3s2, 3p6, 4s2. 20 ഇനി അതിനുശേഷം 24, 3d4 ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അടുത്തത് കോപ്പർ. കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 29 ആണ് അല്ലെ? കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 29 ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും എഴുതിയത്. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d9. ഇങ്ങനെ ആയിരിക്കും അറ്റോമിക് നമ്പർ 29 വരുമ്പോൾ നിങ്ങൾ എഴുതിയത്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ എഴുതി സൂക്ഷിച്ചോ.
ഇത് രണ്ടും എന്താണ്? തെറ്റാണ്. ഈ രണ്ടും എഴുതിയിരിക്കുന്നത് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും മാത്രമുള്ള ഈ പ്രത്യേകത കേട്ടോ. ഇത് രണ്ടും തെറ്റാ. സാറേ അതെന്തൊരു ടോക്കാ? സാറല്ലേ പറഞ്ഞു ഇങ്ങനെ എഴുതാൻ, ഞങ്ങൾ ആ രീതിയിൽ എഴുതി. അതൊക്കെ ശരിയാ, ബാക്കിയുള്ളതിന്റെ ഒക്കെ ഇങ്ങനെ എഴുതിക്കോ, അത് ശരിയാ. പക്ഷെ ക്രോമിയത്തിനും കോപ്പറിനും ചില പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് ആ പ്രത്യേകതകളെന്ന് ഞാൻ ഇപ്പൊ തന്നെ മനസ്സിലാക്കി തരാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം ഡി സബ്ഷെല്ലില് മാക്സിമം ഇപ്പുറത്ത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഡി സബ്ഷെല്ലില് മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺ എണ്ണം എത്ര? 10 അല്ലെ? ഡി സബ്ഷെല്ലില് മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 10 ആണ്. അപ്പൊ ആ ഡി സബ്ഷെല്ലില് പകുതി നിറഞ്ഞിരിക്കുമ്പോഴോ, മാക്സിമം 10, അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 5. ഡി സബ്ഷെല്ലില് പകുതി നിറഞ്ഞിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡി സബ്ഷെൽ കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞിരിക്കുമ്പോഴോ അവന് കൂടുതൽ എന്തുള്ളതാണ് മക്കളെ? സ്റ്റെബിലിറ്റി കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഡി സബ്ഷെൽ പകുതി നിറഞ്ഞിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡി സബ്ഷെൽ കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞിരിക്കുമ്പോഴോ അവന് കൂടുതൽ എന്തുള്ളതായി കാണപ്പെടുന്നുണ്ട്? സ്റ്റെബിലിറ്റി, സ്ഥിരതയുള്ളതായി കാണപ്പെടുന്നുണ്ട്. എപ്പോഴൊക്കെയാ? ഇതൊരു തവണ ചോദിച്ചതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഡി സബ്ഷെൽ പകുതി നിറഞ്ഞിരിക്കുമ്പോഴോ കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞിരിക്കുമ്പോഴോ ഡി സബ്ഷെൽ കൂടുതൽ സ്ഥിരതയുള്ളതാകുന്നു. അപ്പൊ അത് എന്താ സാറേ പ്രത്യേകത? പറയാം. എപ്പോഴെങ്കിലും D4 എന്ന് വന്നാൽ തൊട്ടടുത്ത 4s സബ്ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഇവൻ കടമെടുത്ത് 4 മാറി 5 ആകും. പറഞ്ഞുതരാം. അതേപോലെ D9 എന്ന രീതിയിൽ കോൺഫിഗറേഷൻ വന്നാൽ അവസാനിക്കുന്നത് D9 എന്നാണെങ്കിൽ തൊട്ടു മുന്നേ ഉള്ള 4s സബ്ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കടമെടുത്ത് D9 D10 ആകും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, D4 വന്നാലോ D4 വരുമ്പോഴോ D9 വരുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ളൂ. അല്ലാതെ D3 വരുമ്പോഴോ D2 വരുമ്പോഴോ ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ D4 വരുമ്പോൾ ശ്രദ്ധിക്ക് പ്രിയപ്പെട്ടവരെ, D4 വരുമ്പോൾ തൊട്ടു മുന്നേയുള്ള 4sൽ നിന്നൊരെണ്ണം കടമെടുത്ത് അവൻ D5 ആകും. D9 വരുമ്പോൾ തൊട്ടു മുന്നേയുള്ള 4sൽ നിന്ന് ഒരെണ്ണം കടമെടുത്ത് അവൻ D10 ആവും. നിങ്ങൾ നോക്കിയേ, ഇവിടെ D4 അല്ലേ, ഇവിടെ D9 അല്ലേ? അതെ, ശ്രദ്ധിക്കുക ഇവിടെ D4 ആണ്. അപ്പൊ ഇവൻ പെട്ടെന്ന് ഹാഫ് ഫിൽഡ് ആവാൻ കാണിക്കും. അങ്ങനെയാണെങ്കിൽ 4sലുള്ള 2 ഇലക്ട്രോണിൽ നിന്ന് ഒരു കഥ പോലെ കേട്ടെ, 4sലുള്ള 2 ഇലക്ട്രോണിൽ നിന്ന് ഒരെണ്ണം ഈ 3D കടമെടുക്കും. അപ്പൊ 3Dയിൽ 4 ആയിരുന്നു ഉള്ളത്, 4sൽ നിന്ന് ഒരെണ്ണം കൂടെ കിട്ടുമ്പോൾ അവിടെ 5 ആകും. അപ്പൊ എങ്ങനെ അവസാനിക്കും? 3D5. 4sൽ 2 ആയിരുന്നു, ഒരെണ്ണം ഇപ്പുറത്ത് കൊടുത്തതുകൊണ്ട് 4s1. പ്രിയപ്പെട്ടവരെ, ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്നത് 4s2 3D4 എന്നല്ല, തിരിച്ച് 4s1 3D5 എന്നതാണ്. ഇനി തിരിച്ചും പറയാം, 3D5 4s1 എന്നും പറയാം കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ തന്നെ തൊട്ട് താഴെ നിങ്ങൾ നോക്ക്, കോപ്പറിന്റെ അവസാനിച്ചത് എങ്ങനെയാ? കോൺഫിഗറേഷൻ D9 എന്നാണ് അവസാനിച്ചത്. D9 എന്നാണ് അവസാനിച്ചത്. അപ്പൊ അവൻ എന്താ ചെയ്യുക? തൊട്ടു മുന്നേയുള്ള 4sൽ നിന്ന് ഒരെണ്ണം കടമെടുക്കും. അങ്ങനെ 3D9 എന്നുള്ളത് 3D10 ആയിട്ട് മാറുകയും 4s2ൽ നിന്ന് ഒരെണ്ണം പോയത് കൊണ്ട് 4s1 ആയിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥയോടെ പഠിച്ചോ, ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ, ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. സോ ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്നത് 4s1 3D5 എന്ന രീതിയിലാണ്. കോപ്പറിന്റെ അറ്റോമിക സംഖ്യ 29 ആണ്. അപ്പോൾ അവന്റെ ഇലക്ട്രോൺ വിന്യാസം 4s1 3D10 എന്ന രീതിയിലാണ്.
ഇത്രയും കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പം ഞാൻ ഇന്ന് എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പഠിപ്പിച്ചു. അതേപോലെ തന്നെ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ക്വസ്റ്റ്യൻ പഠിപ്പിച്ചു. പഠിപ്പിച്ചു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായോ, ഉപകാരപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ പീരിയഡ്, ബ്ലോക്ക്, ഗ്രൂപ്പ് നമ്പർ ഇവയൊക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം ഉറപ്പായിട്ട് നിങ്ങൾ അറിയിക്കണം. ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന വിശ്വാസത്തോടു കൂടി താങ്ക്